അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതായാലും ഈഗർലി വെയിറ്റ് ചെയ്തൊരു സംഭവം റിസീവ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ തിരുവനന്തപുരം സ്പെഷ്യലായിട്ടുള്ള മാത്യൂസ് കേക്ക്. അവിടെ ആയാലും ഇവിടെ ആയാലും ഭയങ്കര പോപ്പുലറായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത്ര പോപ്പുലർ ആവാൻ മാത്രം എന്താണുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ വാങ്ങിച്ചതായിരുന്നു. അങ്ങനെ പൊടിയൊന്നും ചെയ്യാതെ സെക്കൻഡ് ഡേ ആണ് കിട്ടിയതെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കി. ഇതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. അതിൻ്റെ സ്പഞ്ചിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കൊക്കോ പൗഡറും പിന്നെ എന്താ ബട്ടർ ബേസ്ഡ് സ്പഞ്ചും ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളെ പോലെ ഡെക്കറേഷനോ ലോഗോയോ ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് പാക്ക് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ ഫോർക്ക് വെച്ചിട്ട് കുത്തിയെടുക്കാൻ പോലും പറ്റാത്തത്ര സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ്. പക്ഷേ എങ്ങനെയൊക്കെ ആയാലും ഇത്ര പോപ്പുലർ ആവാൻ മാത്രം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും നമ്മൾ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒറിജിനൽ കഴിച്ച് നോക്കിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുമ്പോഴുള്ള നമുക്ക് എത്രത്തോളം അവിടെ എത്തി എന്നുള്ളത് മനസ്സിലാവുക. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ച് നോക്കിയത്. അപ്പോൾ സംഭവം ഏതായാലും നമുക്കൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നോക്കണം ഇൻഷാ അല്ലാഹ്.